ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെണ്ടയെക്കുറിച്ചാണ്. വെണ്ട നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമുക്ക് വളരെ ഏറെ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാണ്. നല്ല ആരോഗ്യപ്രദവും നല്ല ഗുണങ്ങളും ഉള്ള ഒരു സാധനമാണ് വെണ്ട. ഈ വെണ്ട നമ്മുടെ നാട്ടിലെ ഓലവെണ്ട അല്ലെങ്കിൽ ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയുന്ന സാധനമാണ് ഈ നിങ്ങൾക്ക് കാണുന്നത്. അത് നല്ല വെള്ള കളറായിരിക്കും. ഇതിൻ്റെ നല്ല നീളം ഉണ്ടാകും, ഒരടി നീളം വരെ ഉണ്ടാകുന്നതാണ്. നല്ല ഒത്തിരി വലിപ്പമുള്ളതാണ്. ഒരു വെണ്ടയ്ക്ക തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു അത്യാവശ്യം 3 പേരുള്ള വീട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ അത് മതിയാവും. അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാണ്, ഇത് പരിപാലിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അത് നടുന്നത് നമ്മുടെ വെണ്ട പൊളിച്ച് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിനെ പൊളിച്ച് അതിൻ്റെ വിത്ത് ഒരു കവറിൽ 2 വിത്ത് വേണമെങ്കിൽ 2 വിത്ത് നടാം, 1 വിത്ത് വേണമെങ്കിൽ 1 വിത്ത് നടാം. അപ്പോൾ സാധാരണഗതിയിൽ 2-3 വിത്ത് നട്ടതിന് ശേഷം നല്ല ഫോഴ്സിൽ വരുന്ന ഒരു തൈ മാത്രം വിട്ട് ബാക്കിയുള്ളത് പറിച്ച് കളയുന്നതാണ് പതിവ്. കാരണം ഒരു കവറിൽ നമുക്ക് ടെറസിൽ വയ്ക്കണമെങ്കിൽ ഒരു കവറിൽ ഒരു തൈ നട്ട് നിന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ആരോഗ്യമായിട്ട് വന്ന് കായ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആദ്യം മുതൽ നല്ല രീതിയിൽ നട്ട് വളർത്തി പരിപാലിച്ചാൽ നമുക്ക് ഒരു 3-4 മാസം ഒരെണ്ണത്തിൽ തന്നെ കാപറിച്ച് നമുക്ക് ഉപയോഗിക്കാം. തറയിലാണെങ്കിൽ 6 മാസം വരെ നമുക്കിത് നിർത്തി കാപറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നട്ടിട്ട് 1 മാസം കഴിഞ്ഞു. ഇതിപ്പോൾ കായ്ക്കേണ്ട ഏകദേശം സമയമായി. ഇതാണ്ട് മൊട്ട് ഇരിപ്പുണ്ട്, കണ്ടല്ലോ, മൊട്ട് വന്നു. ഇതിനി കാണിച്ചു തരാം. ഇതിന് മുമ്പ് നട്ടതാണ്, ഒരാഴ്ചയ്ക്ക് മുമ്പ്. ഇതാ പൂ വിരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് സാധാരണഗതിയിൽ ബട്ടർഫ്ലൈ വന്ന് അല്ലെങ്കിൽ പ്രാണികൾ വന്ന് പരാഗണം നടത്തുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ പൂ കാണിച്ചതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പരാഗണം ഒന്ന് നടത്തുന്നത് കാണിച്ചു തരാം. പൂമ്പൊടി കണ്ടല്ലോ, ഇതാണ് പൂമ്പൊടി. ഇത് നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ പോളിനേഷൻ ആയി കഴിയും, നടന്നു കഴിയും. ഇനി ക്രമേണ ഈ പൂ വൈകുന്നേരം ആകുമ്പോൾ ഇത് അണഞ്ഞ് വരുന്ന സമയത്ത് പരാഗണം നടക്കും. പരാഗണം നടന്ന് ഇത് വരുമ്പോഴേ നിറച്ച് ഇതിനകത്ത് വിത്തുണ്ടാവും. ഇവിടെ ഇതാണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാം, ഉണ്ടല്ലോ. അപ്പോൾ വെണ്ടയ്ക്ക് വേറെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, പുഴു ഭയങ്കര ശല്യം ഉണ്ടാവും. തണ്ടിൽ പുഴു ഉണ്ടാവും, ഇലകളിൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ രാവിലെ എണീറ്റ് ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലയുടെ അടിവശത്ത് ഈ ഭാഗം ഇവിടെ വന്നിങ്ങനെ പുഴു ഇരുന്നിട്ട് ഇതിനെ മടക്കി ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ മുട്ടയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് പുഴുവായി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ആ പുഴുവിനെ അങ്ങനെ കൈ കൊണ്ടെടുത്ത് കളഞ്ഞ് കൊന്നുകളയുന്നതാണ് നല്ലത്. ഇതാണ്ടില്ല, ഈ ഇല ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഈ കുഞ്ഞിലയ്ക്ക് ഇതാണ്ടില്ലേ, കുഞ്ഞിലയുടെ അവിടെ ഈ ഇലയിൽ പുഴുവിൻ്റെ ചെറിയ ശല്യം ആയി തുടങ്ങി. ഇതാണ്ടില്ലേ. അപ്പോൾ അതിപ്പോൾ ഈ വെയിൽ ആയതുകൊണ്ട് അത് എങ്ങോട്ടാ മാറിയിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ അത് വീണ്ടും വരും. അപ്പോഴത്തേക്ക് നമുക്കതിനെ പിടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ വല പോലെ അതാണ്ട് ഇതിനകത്ത് ഇതാണ്ടില്ലേ പുഴു ഇരിക്കുന്നുണ്ടോ, ഇതാണ്ടല്ലേ, ഇതാ പുഴു ഇരിക്കുന്നു. വ്യക്തമായിട്ട് കാണാം, കുഞ്ഞു പുഴുവാണ്. ഇതാണ്ടില്ലേ. ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിന്നതിനെ തീർക്കുന്നതാണ്. അപ്പോൾ കാണാമല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ നശിപ്പിച്ചങ്ങ് കളയാം. ഇനിയും നമ്മളങ്ങനെ നമ്മൾ കുട്ടികളെ നോക്കുന്നത് പോലെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ സമയമുള്ളതുപോലെ നമ്മളിതിനെ ശ്രദ്ധിച്ച് നോക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ചെടി വലിയ കുഴപ്പമില്ലാതെ നിൽക്കും, നമുക്ക് പച്ചക്കറി കിട്ടും. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളത്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഈ ഭാഗം അത്രയും തിന്ന് തീർക്കും. പിന്നെ ഇതിൽ മൊട്ട് വിരിഞ്ഞ് വരാറില്ല. പിന്നെ നമുക്ക് എണ്ണം കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മരുന്നടിച്ച് അതിനെ നശിപ്പിച്ച് കീടനാശിനികൾ കൂടുതൽ തളിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത്.
അപ്പോൾ ഇതാണ് ഒരു വെണ്ടയുടെ. അപ്പോൾ നമുക്ക് ഈ കാ പറിക്കാനുള്ള ആ ഒരു സ്റ്റേജാവും. ഇത് കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞു നല്ലൊരു തണ്ട് വലിപ്പം കണ്ടില്ലേ. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം വെണ്ടയ്ക്ക് നല്ല വലിപ്പമുള്ളതാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ അത് നമുക്ക് പറിക്കാനുള്ള സമയമാകുമെന്ന്. അപ്പോൾ നമുക്കത് പറിക്കാനുള്ള സമയമായി. ഇത് ഒരാഴ്ച കഴിഞ്ഞു. കണ്ടില്ലേ അതിൻ്റെ വെണ്ടയ്ക്ക. ഇതാണ് ആനക്കൊമ്പൻ വെണ്ട എന്ന് പറയുന്നത്. ഇത് നമ്മുടെ തറയിലാണെങ്കിൽ ഇത് കുറച്ചുകൂടെ വണ്ണവും കുറച്ചും കൂടെ നീളവും ആയി കിട്ടും. അപ്പോൾ ഇത് വേണ്ട സമയമായി. അപ്പം ഇത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതാ ഈ സൈഡിൽ കാണുന്ന ചെറിയ ബ്രാഞ്ചുകളിലെ ഇതാ ഈ ബ്രാഞ്ചുകൾ തഴച്ച് വളരും. എന്നിട്ട് മുകളിലും അത് അടുത്ത വീണ്ടും മുട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വേറെ വിത്തിന് വേണ്ടിയാണ് ഞാനിത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് കറിക്ക് ഉള്ള സമയമായി. നമുക്ക് ഇത് വേണമെങ്കിൽ എടുക്കേണ്ട സമയം കഴിഞ്ഞു. വിത്തിനായതുകൊണ്ടാണ് ഞാനതങ്ങനെ വിട്ടിരിക്കുന്നത്. കാരണം ഈ വെണ്ട കിട്ടുന്നത് വളരെ സുലഭമായിട്ട് കിട്ടുന്നതല്ല. അല്ല, ചില സ്ഥലങ്ങളിലൊക്കെ അവർ റയറായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഇവിടെയും റയറായിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.